ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 24 ആണ്, കോപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ. India is one of the largest producer of milk today. Yet in the past, the farmer who reared cattle and produced this huge amount of milk in the country remained poor, though they work very hard. The story is about how Sardar Vallabhbhai Patel, a freedom fighter and the first Deputy Prime Minister of India, helped to improve the lives of cattle farmers of Gujarat by organizing them into cooperative called the Amul Dairy. അപ്പോൾ ഗുജറാത്തിലെ കന്നുകാലി വളർത്തുന്ന കർഷകരെയും അവരുടെ വിധി എങ്ങനെ മാറി മറിഞ്ഞതിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കർഷകരെന്തായിരുന്നു ഇന്നത്തെ കാലത്തിൽ, അതായത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു, ഇവർ ഭയങ്കര പാവപ്പെട്ടവരായിട്ടായിരുന്നു തുടർന്നത്. എത്ര വർക്ക് ചെയ്താലും സർദാർ വല്ലഭായ് പട്ടേൽ, ഈ സ്റ്റോറിയിൽ നമ്മൾ സർദാർ വല്ലഭായ് പട്ടേയുടെ ഫ്രീഡം ഫൈറ്റർ ആണ്, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതാണ്. അതുപോലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഡെപ്യൂട്ടി മിനിസ്റ്റർ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ അമൂൽ ഡയറി ഓർഗനൈസ് ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രഗത്ഭനായ നേതാവായ അദ്ദേഹമായിരുന്നു ജീവിതം മാറ്റിമറിക്കാനായിട്ട് സഹായിച്ചത്. അപ്പോൾ അമൂൽ ഡയറി കൊണ്ടുവന്നത്. അതുപോലെ ഈ പാലുൽപാദക കർഷകർ, അതായത് ക്ഷീര കർഷകർക്കിടയിൽ അവർക്ക് കൂടുതൽ മെച്ചം ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിലാണ് എന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ അവരെ സഹായിക്കാനുള്ള വഴികൾ കണ്ടെത്താനായിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈസ് ദർ anyone in the India who has not seen this advertisement? അല്ലേ, ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ. എന്താണ്? അട്ടേർലി ബട്ടേർലി ഡെലീഷ്യസ് അമൂൽ ആൻഡ് അമൂൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. എന്താണ്? വെണ്ണ പോലെ രുചികരമായിട്ടുള്ള ഒരു അമൂലിൻ്റെ ഒരു പരസ്യമാണ്, ഒരു ടൈറ്റിലാണത്. എന്താണ്? അമൂലാണ് ഇന്ത്യയിലെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ. അമൂലിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അല്ലേ. ബട്ടർ ഉണ്ട്, മിൽക്ക് ഉണ്ട് അല്ലേ. സോ അപ്പോൾ അമൂലിൻ്റെ ഒരു പരസ്യമാണിത്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വിത്ത് സർദാർ വല്ലഭായ് പട്ടേൽ സ്ട്രോങ് സപ്പോർട്ട്, ദ കാറ്റിൽ ഫാർമേഴ്സ് ഓഫ് ഗുജറാത്ത് വെയർ ബ്രോട്ട് ടുഗദർ ഇൻ ദ കോപ്പറേറ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ എന്താണ്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് എല്ലാ ക്ഷീര കർഷകരും ഗുജറാത്തിൽ ഒരുമിച്ച് ഒരു കോപ്പറേറ്റീവ് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് വന്നത്. ദിസ് നോട്ട് ഓൺലി ഇംപ്രൂവ് ദെയർ ലീവ്സ് എ ലോട്ട് ബട്ട് ഓൾസോ ലെഡ് ടു ദ സെറ്റിംഗ് അപ്പ് ഓഫ് വൺസ് ലൈഫ് ഇൻ വൺ ഓഫ് ദി ഇന്ത്യസ് മോസ്റ്റ് സക്സസ്ഫുൾ ഇൻഡസ്ട്രീസ്. അപ്പോൾ എന്താണ്, ഇത് അവരുടെ ജീവിതം മാത്രമല്ല, ഇന്ത്യയിലൊരു ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി രൂപീകരിക്കാനായിട്ടും കൂടി സഹായിച്ചു. ഇത് ഓൾസോ മെയ്ഡ് ഗുജറാത്ത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇതെന്താക്കി, ഗുജറാത്തിനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഏറ്റവും കാശുള്ളൊരു സ്ഥലമാക്കി മാറ്റി. Who is a corporate? What is a corporate? How does it work? Read the story. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്, പീപ്പിൾ ഓഫ് ഗുജറാത്ത് വെയർ മോസ്റ്റ്ലി ഫാമേഴ്സ്. ദേ റിയർഡ് cattle but remained poor. Despite their hard work, they also remain in want. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ഗുജറാത്തിൽ പീപ്പിൾ ആയിരുന്നു, എല്ലാവരും എന്താണ്, ഫാമേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടുതലും ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. എന്താണ്, അന്ന് കന്നുകാലികളെ വളർത്തിയെങ്കിലും ദരിദ്രരായി തുടർന്നിട്ടുള്ളവരായിരുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും അവരെപ്പോഴും ദരിദ്രാവസ്ഥയിൽ തന്നെയായിരുന്നു. ഈ കർഷക ദരിദ്രാവസ്ഥ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനായിട്ട് അവൻ തീരുമാനിച്ചു. അതിനാൽ അവരെ ഒരു സഹകരണ സേനയായി സംഘടിപ്പിക്കാനും അവർക്ക് സ്ഥിരമായ വരുമാന മാർഗം നൽകാനും അദ്ദേഹം തീരുമാനിച്ചു. ഈ ചുമതല ശ്രീ ത്രിഭുവൻ ദാസ് പട്ടേലിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അസംഘടിതരായ കർഷകരെ ഏകോപിപ്പിച്ച് സഹകരണ ക്ഷീര സംഘം തുടങ്ങി. അജ്ഞരായ കർഷകരെ ദ്രോഹിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഇടനിലക്കാരെ ഈ സഹകരണ സമ്പ്രദായം ഇല്ലാതാക്കി. എന്നാൽ മുംബൈയിലെ ഒരു ബ്രിട്ടീഷ് ഡയറിയുമായിട്ട് മത്സരിക്കാൻ ത്രിഭുവൻദാസ് പട്ടേലിന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ്, at this point of time it was a kind providence that brought a young, energetic, intelligent and ambitious Indian engineer trained in America to work at the Dairy Research Institute AND. അപ്പോൾ എന്താണ്, ഈ സമയത്ത് അമേരിക്കയിൽ പരിശീലനം നേടിയ ഊർജ്ജസ്വലനും ബുദ്ധിമാനും അതിമോഹവുമുള്ള ഒരു ഇന്ത്യൻ എഞ്ചിനീയറെ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ആനന്ദിൽ ജോലി ചെയ്യാൻ കൊണ്ടുവന്നത് ദയുള്ള കരുതലാണ്.
അപ്പോൾ ത്രിഭുവൻദാസ് ഈ മിടുക്കനായ യുവാവിൻ്റെ സഹായം തേടി. ഈ യുവാവ് മറ്റാരുമല്ല, വർഗീസ് കുര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണെന്ത്? വർഗീസ് കുര്യൻ. ഒരു സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ അദ്ദേഹം ത്രിഭുവൻദാസിനെ സഹായിച്ചു. ഇത് അമൂലിൻ്റെ പിറവിക്ക് അടയാളപ്പെടുത്തി. ബാക്കിയുള്ളത് ചരിത്രമാണ്. ഈ ചരിത്രം എഴുതിയ ആ ചരിത്രത്തെയും മനുഷ്യനെയും നമുക്ക് കണ്ടെത്താമോ? അമൂൽ മിൽക്ക് യൂണിറ്റ് വിപുലീകരിക്കാൻ അദ്ദേഹം എങ്ങനെ നിരന്തരം പരിശ്രമിച്ചുവെന്നു അതിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്തിലൂടെ സർ വല്ലഭായ് പട്ടേലിൻ്റെ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഇത് നമ്മളോട് പറയുന്നു. അപ്പോൾ അതാണ് എന്ത് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ്? ഡോക്ടർ വർഗീസ് കുര്യൻ വാസ് ബോൺ ഇൻ കാലിക്കറ്റ് ഓൺ 26th November 1921. He got his first degree in physics and he studied BE Mechanical Engineering at the University of Madras. He went on the scholarship to the USA and passed MS degree with distinction. He was also very good at cricket and tennis, boxing. അപ്പോൾ 1921 നവംബർ 26 കോഴിക്കോട് ജനിച്ച ആളാണ് എന്ത്? ഈ ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പോൾ ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യ ബിരുദം നേടി. പിന്നെ BE മദ്രാസ് സർവകലാശാലയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി. ദെൻ അമേരിക്കയിലെ സ്കോളർഷിപ്പിന് പോയ അദ്ദേഹം ഡിസ്റ്റിങ്ഷനോടെ MS ബിരുദം എടുത്തു. അതുപോലെ ക്രിക്കറ്റ്, ടെന്നീസ്, ബോക്സിങ് ഇതിലെല്ലാം അദ്ദേഹം മിടുക്കനായിരുന്നു. When he returned to India, he joined the government dairy at Anand in Gujarat as a dairy engineer. അന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ഗുജറാത്തിലെ ആനന്ദിലുള്ള സർക്കാർ ഡയറി എഞ്ചിനീയറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ തനിക്ക് അതൊരു വെല്ലുവിളിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനാൽ ഒരു പാൽ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ശ്രീ ത്രിഭുവൻദാസ് പട്ടേലിനെ സഹായിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് ഗുജറാത്തിൽ അമൂൽ ഡയറി നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു. അവിടെ ഗുജറാത്തിലെ ആനന്ദ് ഡയറിയിൽ ഡയറി എഞ്ചിനീയറായിട്ട് കയറിയതിന് ശേഷം ത്രിഭുവൻദാസിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് അദ്ദേഹം അമൂൽ ഡയറി സ്ഥാപിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഡോക്ടർ വർഗീസ് കുര്യൻ ഡെവലപ്ഡ് അമൂൽ ഡയറി. അപ്പോൾ എന്താ ഡോക്ടർ വർഗീസ് കുര്യനാണ് അമൂൽ ഡയറി യൂണിറ്റിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ ഡയറി ആയിട്ട് വികസിപ്പിച്ചത്. ഡോക്ടർ കുര്യൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് പാവപ്പെട്ട പാൽ ഉൽപ്പാദകരെ ചൂഷണം ചെയ്യാതെ സംരക്ഷിച്ചു. അതുപോലെ വിപണി വൈദഗ്ധ്യം നേടുന്നതിനൊപ്പം സഹകരണത്തിൻ്റെ മനോഭാവവും കർഷകർ അഭിനന്ദിച്ചു. അമൂൽ ഡയറിയുടെ ഭരണത്തിൽ അദ്ദേഹം വിവിധ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാഭത്തിൻ്റെ പകുതി പാൽ ഉൽപ്പാദകർക്ക് ലാഭവിഹിതമായിട്ട് വിതരണം ചെയ്യാനായിട്ടും അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടർ കുര്യൻ്റെ പരിഷ്കാരങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നന്നായിട്ട് മെച്ചപ്പെടുത്തി. എരുമയുള്ളവർ എല്ലാ ദിവസവും ദീപാവലി ആഘോഷിക്കുന്നു എന്ന ചൊല്ല് ഇത് തെളിയിക്കുന്നു എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ്? ഡോക്ടർ കുര്യൻ മേഡ് ഇന്ത്യ largest milk producer of the world. Dr. Kurian established the National Dairy Development Board and designed the Operation Flood program. Dr. Kurian may rightly be called the architect of modern dairy industry and the father of the White Revolution. എന്താണ് ഡോക്ടർ കുര്യൻ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാക്കി ഇന്ത്യനെ. അതുപോലെ തന്നെ കുര്യൻ സ്ഥാപിച്ചത് ഡോക്ടർ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് രൂപകൽപ്പന ചെയ്തു. ദെൻ ഡോക്ടർ കുര്യനെ ആധുനിക ക്ഷീര വ്യവസായത്തെ ശില്പി എന്ന് വിളിക്കുന്നത് ശരിയാണ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നും അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്. വളരെ ഉയർന്ന സിവിലിയൻ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ അംഗീകരിക്കപ്പെട്ടു. പിന്നെ അന്തർദേശീയ തലത്തിൽ അദ്ദേഹത്തിന് രമൺ മഗസസെ അവാർഡ് ലഭിച്ചു സമുദായ നേതൃത്വത്തിൽ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡോക്ടർ കുര്യൻ ഹാസ് സക്സീഡഡ് ഇൻ കീപ്പിംഗ് ദ വോൾഫ് ഫ്രം ദ ഡോർസ് ഓഫ് അവർ ഫാമേഴ്സ്. ഹിസ് എഫേർട്സ് ഹാവ് മേഡ് ദ ഇന്ത്യൻ ഫാർമേഴ്സ് ഹെൽത്തി, വെൽത്തി, ചെയർഫുൾ ആൻഡ് വൈസ്. നമ്മുടെ കർഷകരുടെ വാതിലുകളിൽ നിന്ന് ചെന്നായെ സംരക്ഷിക്കുന്നതിന് ഡോക്ടർ കുര്യൻ വിജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ ഇന്ത്യൻ കർഷകരെ ആരോഗ്യവാനും സമ്പന്നനും പ്രസന്നരും അതുപോലെ ബുദ്ധിമാനുമാക്കി. ഇനി എന്താണ്? താങ്ക്സ് ടു ഡോക്ടർ കുര്യൻ ദാറ്റ് അവർ ചിൽഡ്രൻ ടുഡേ ആർ ബ്ലെസ്ഡ് വിത്ത് ക്വാളിറ്റി മിൽക്ക്, ബട്ടർ ആൻഡ് ചീസ്, നോട്ട് ടു ഫോർഗെറ്റ് ദ ചോക്ലേറ്റ്സ് ആൻഡ് ഐസ്ക്രീം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ ഗുണനിലവാരമുള്ള പാലും വെണ്ണയും ചീസും കൊണ്ട് അനുഗ്രഹീതരായിരിക്കുന്നു. ചോക്ലേറ്റും ഐസ്ക്രീമും മറക്കാതിരിക്കാനായിട്ട് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആർക്കാണ്? ഡോക്ടർ കുര്യന് നന്ദി എന്നാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു നല്ല അമൂലിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള കാരണമായത്. അപ്പോൾ അദ്ദേഹത്തിന്
വൈറ്റ് റെവല്യൂഷൻ്റെ ഫാദർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ മെയിൻ പങ്കാണ് ഇങ്ങനെ ഒരു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഒക്കെ ലഭിക്കാനും കർഷകർക്ക് സാമ്പത്തികം ഉണ്ടാവാനും സഹായിച്ചത്. ഓക്കെ, താങ്ക് യു.